അതൊക്കെ വിളിച്ചു വരുത്തി യാത്രയാകാനും മറ്റും അനിയൻ വളർന്നു. ഹരീഷ്ണ, നമ്മൾ കേസ് ജയിച്ചു. രാജപ്രതാപൻ കൈവശപ്പെടുത്തിയ വീട് വിട്ടുതരാൻ കോടതി വിധിച്ചു. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? കണ്ണടയുന്നതിന് മുമ്പ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള വാർത്ത കേൾക്കാനായല്ലോ എന്റെ ദൈവമേ. ബാഗൊക്കെ റെഡിയാക്കി യാത്രക്കിറങ്ങിയ നിങ്ങൾക്കിനി ധൈര്യമായിട്ട് ആ വീട്ടിൽ താമസിക്കാം. കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഹരീഷ്ണൻ. നിരന്തരമായ നിങ്ങളുടെ പോരാട്ട വീര്യമാണ് ഈ വിജയത്തിന് കാരണം. പെട്ടെന്ന് കേട്ടതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല വക്കീലെ. ഇങ്ങനൊരു വിധിയിലേക്ക് എത്താൻ എന്ത് ലോ പോയിന്റാണ് വക്കീൽ കോടതിയിൽ ബോധിപ്പിച്ചത്? അതിന് നന്ദി പറയേണ്ടതേ പ്രതിയുടെ സഹോദരനോടാണ്, വാദിയുടെ അച്ഛൻ രാജശേഖരനോട്. അച്ഛൻ കാശി തീർത്ഥാടനത്തില. അറിയാം. അദ്ദേഹം കാശിയിൽ നിന്നും പലവട്ടം ഞാനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കേസിൽ നിർണായക ടെസ്റ്റുണ്ടായത് രാജശേഖരൻ സാറുമായുള്ള കമ്മ്യൂണിക്കേഷൻ മൂലമാണ്. അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ചില എവിഡൻസിൽ പ്രതിഭാഗം അഡ്വക്കേറ്റ് ഫ്ലാറ്റായി. രാജപ്രതാപന് ശിക്ഷ അനുഭവിക്കാതിരിക്കാനും എല്ലാവരും ഒത്തുചേർന്ന് ജീവിക്കാനും വേണ്ടി ഹരിയുടച്ഛൻ സ്വീകരിച്ച ഒരു നിഷ്പക്ഷ നിലപാടാണ് കേസ് ഇത്രയും നീളാൻ ഇടയായത്. രണ്ട് കുടുംബങ്ങളും ഒരുമിച്ച് കഴിയണമെന്ന ആഗ്രഹത്തിൽ സ്വന്തം കുടുംബം കലഹിച്ചു പോകുമെന്ന് ഒടുവിൽ അദ്ദേഹത്തിന് മനസ്സിലായി. ഇതുവരെയും മൂടിവെച്ച തെളിവുകൾ എനിക്ക് അയച്ചു തരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അതാണ്. സാറിനെ ശേഖരൻ പതിവായി വിളിക്കുകയും കത്തയച്ചു തരികയൊക്കെ ചെയ്തിരുന്നു എന്നാണോ ഈ പറയുന്നത്? അതെ മുത്തശ്ശി. കേസ് ജയിക്കുന്ന ദിവസം ഹരികൃഷ്ണനെ ഏൽപ്പിക്കാനായി രാജശേഖരൻ സാറ് എനിക്കയച്ച കുറിപ്പാണിത്. എന്തായാലും എന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ് ഈ വിധി. ബാക്കി നിയമ നടപടികൾ ഉടനെ പൂർത്തിയാവും. സൗകര്യം പോലെ ഓഫീസിലേക്ക് വന്നോളൂ. ഓക്കെ, ശരി. ശരി എന്നല്ല. ഹരിക്കുട്ട, എന്താടാ അച്ഛൻ എഴുതിയിരിക്കുന്നത്? എല്ലാവർക്കും കേൾക്കാവുന്ന വിധത്തിൽ നീ അതൊന്ന് വായിച്ചേ. മോനെ ഹരി, ഈ കുറിപ്പ് മോന്റെയിൽ കിട്ടുമ്പോ അച്ഛൻ ഒരുപാട് ദൂരത്തായിരിക്കും. എന്നാലും ഇത് വായിക്കുമ്പോ മോന്റെ മുഖത്തെ സന്തോഷം ഈ കണ്ണെത്താത്ത ദൂരത്തിരുന്നും അച്ഛന് കാണാൻ പറ്റുന്നുണ്ട്. പറയാതെ തീർത്ഥാടനത്തിൽ ഇറങ്ങിയതില് മോനെന്നോട് ദേഷ്യമുണ്ടെന്നറിയാം. ആ ഒരു സാഹചര്യത്തില് അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അവിടുന്ന് മാറി നിന്നാലേ കാലങ്ങളായി തുടരുന്ന നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ കല്യാണം നടക്കാൻ രണ്ടുപേരോട് എനിക്ക് കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട്. ധർമ്മം വിജയിക്കാൻ വേണ്ടി അങ്ങനെ ആവാമെന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്റെ മക്കളും രാജന്റെ മക്കളും ഭാവിയിൽ ഒന്നിച്ച് ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ ജീവിക്കുമെന്ന പ്രതീക്ഷ എനിക്ക് നഷ്ടമായി കഴിഞ്ഞു. അതോടെ കേസിൽ ജയിക്കാൻ എനിക്ക് മാത്രം അറിയുന്നൊരു തെളിവ് ഞാൻ വക്കീലിന് അയച്ചു കൊടുത്തു. അതാണ് ഇപ്പോ നിന്റെ മുഖത്തെ സന്തോഷത്തിന് കാരണമായത്. സ്വന്തം കൂടപ്പിറപ്പിന്റെ ചതിയിൽപ്പെട്ട് വെന്ത് നിറഞ്ഞ ഈ അച്ഛന് സ്വന്തം മക്കളുടെ സന്തോഷത്തെക്കാൾ കവിഞ്ഞ് മറ്റൊന്നുമില്ലെന്ന് ഇനിയെങ്കിലും എന്റെ മോൻ മനസ്സിലാക്കണം. മോനെ ആതിരയും കുട്ടി വേറെ വീട്ടിലേക്ക് മാറി താമസിക്കാതെ നമുക്ക് കോടതി വിധിച്ച നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് അച്ഛമ്മയും ജയനും അനുവും അനക്കിയും ഒത്തു മാറണം. തനിച്ച് മാറി താമസിക്കാൻ എളുപ്പാ, പക്ഷേ കൂട്ടുകുടുംബമായി ജീവിച്ച ഒന്ന് താങ്ങി നിർത്താൻ ഒരുപാട് കൈകളുണ്ടെന്ന് ഹരി ഓർക്കണം. പരസ്പരം വിട്ടുവീഴ്ചകളും സ്നേഹവും ആദരവും കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ വീടും സ്വർഗമാവും. അച്ഛൻ ഒരിക്കലും മോനെ ചതിച്ചിട്ടില്ല.
വഞ്ചിക്കാനും ശ്രമിച്ചിട്ടില്ല, ഒളിച്ചോടിയിട്ടുമില്ല. മോന്റെ ദേഷ്യവും വാശിയും നിരാശകളും നൊമ്പരങ്ങളും ആശങ്കകളും എല്ലാം അച്ഛൻ ഈ ദൂരത്തിരുന്ന് സ്വയം അനുഭവിച്ചറിയുന്നുണ്ട്. മോൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അച്ഛനരികിലുണ്ട്. അച്ഛന്റെ സാന്നിധ്യം അറിയാൻ മോൻ ശ്രമിച്ചിട്ടില്ല. നോക്ക്, ഇപ്പൊ മോന്റെ കണ്ണുകൾ നിറഞ്ഞ് ഈ അക്ഷരങ്ങൾ മങ്ങുന്നത് അച്ഛന് കാണാം. കുറ്റബോധം അല്ല മോനെ ഒരുവനെ നന്മയുള്ളവനാക്കുന്നത്, അതിന് പ്രായശ്ചിത്താണ് ചെയ്യേണ്ടത്. അതിനുള്ള അവസരം ഇപ്പൊ മോൻ നഷ്ടപ്പെടുത്തിയ പിന്നെ ദുഃഖിക്കേണ്ടി വരും. നമ്മുടെ വീട്ടിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ കഴിയണം. ഒരിക്കലും അച്ഛൻ തിരിച്ചു വരും. അന്ന് എന്റെ മക്കൾ ഒരുമയോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റണം. ആ സന്തോഷത്തിൽ പങ്കുകൊണ്ട് എനിക്കും ജീവിക്കാൻ പറ്റണം. അച്ഛൻ ചെയ്തതൊക്കെയും മോന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബോധ്യപ്പെട്ട അച്ഛന്റെ വാക്കുകൾ എന്റെ മോൻ കേൾക്കണം. ഗംഗ ആരതി തുടങ്ങാറായി. അച്ഛൻ അവിടേക്ക് ചെല്ലട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. തെറ്റുപറ്റിയത് എനിക്കാണ്. അച്ഛനായിരുന്നു ശരി. എന്നോട് ക്ഷമിക്കച്ചമ്മേ. ഇവിടം വിട്ട് നമ്മൾ ഒരുമിച്ച് നമുക്ക് അവകാശപ്പെട്ട വീട്ടിലേക്ക് നമ്മൾ പോകും. അതുവരെ നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ജയ, ബാഗ് കൊണ്ടകത്ത് വെക്ക്. രാജപ്രതാപം കൈവശപ്പെടുത്തിയ വീട്ടിലേക്ക് ചേട്ടനും എടുത്തി മാറി താമസിക്കണം. എത്രയോ കാലം കേസ് നടത്തി ചേട്ടൻ നേടിയെടുത്ത സ്വത്താണത്. ആ വീട് ചേട്ടന് മാത്രം അവകാശപ്പെട്ടതാ. കോടതി നടപടികൾ കഴിഞ്ഞ് അത് കിട്ടുന്നവരേക്കും ഹരിയേട്ടൻ ഈ വീട്ടിൽ തന്നെ കഴിയണം. ഞങ്ങളിനി തിരിച്ചു കയറുന്നില്ല ഹരിയേട്ട. ജയ, എന്താ നീ പറയുന്നേ? അച്ഛന്റെ ആഗ്രഹം പോലല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? ജയ, ജയ നിന്നോടാ പറഞ്ഞത്. ജയ നിൽക്കാൻ. ജയ, ഞാൻ പറയുന്ന കേക്ക്. അനു, അച്ഛമ്മേ, അനു, അച്ഛമ്മേ, അനു, പോവല്ലേ. ഹരിയേട്ട, പോവല്ലെന്ന് പറ അവരോട്. പറ ഹരിയേട്ട, അവരെ വിളിക്ക്. അവരെ തിരിച്ച് വിളിക്ക്. അവരത്രയ്ക്ക് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നെ പോലൊരുവനെ സഹിക്കാൻ ഒരാൾക്കും ആവില്ല. അങ്ങനെയൊന്നും പറയല്ല ഹരിയേട്ട. ഞാനുണ്ട് ഹരിയേട്ടന്റെ ഒപ്പം. കുറച്ചു ദിവസം കഴിയുമ്പോ ശേഖരനങ്ങൾ തിരിച്ചെത്തും. അപ്പൊ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് അവകാശപ്പെട്ട വീട്ടില് പോയി ചെന്ന് താമസിക്കാം.